നോക്കൂ, ഇപ്പം ശരത്തിനകത്ത് വാർഫീൽഡിൽ ഒരു കറന്റ് സ്റ്റാറ്റസ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇറാന്റെ പ്രധാനപ്പെട്ട വ്യോമ ഗതാഗത സംവിധാനങ്ങൾ മുഴുവനും ഇസ്രായേലിനും US-ന്റെയും കയ്യിലായി കഴിഞ്ഞിട്ടുള്ളതാണ്. അതായത് 90% യുദ്ധത്തിൽ മേൽക്കൈ ഇറാന്റെ മുകളിൽ മേൽക്കൈ ഇസ്രായേലിന് ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. അതായത് നമുക്കറിയാം, രണ്ട് രാഷ്ട്രങ്ങൾ കടന്നു വേണം, ഇത്രയും കിലോമീറ്റേഴ്സ് ഡിഫറൻസിലുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം എന്ന് പറഞ്ഞാൽ കരമാർഗമുള്ള യുദ്ധമല്ല നിലവിൽ നടക്കുന്നത്. അത് ആകാശത്തു കൂടിയുള്ള വ്യോമ ഗതാഗത യുദ്ധങ്ങളാണ്. ആ ഘട്ടത്തിൽ പൂർണ്ണമായ അർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ വ്യോമഗതാഗതം പൂർണ്ണമായ അർത്ഥത്തിൽ ഇസ്രായേലിന്റെയും US-ന്റെയും കരവലയത്തിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇറാൻ അവിടെ ഒരു റോൾ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കരാറിൽ ഏർപ്പെടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണം നടപ്പിലാക്കുന്നത് ഞങ്ങൾ തുടരുമെന്നൊക്കെ ഖമേനി എന്ത് അഹങ്കാരത്തിന്റെ മുകളിൽ ഇരുന്നാണ് പറയുന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് 34 തവണയോളം ഇപ്പോ ട്രംപ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇറാനോട് കരാറിൽ ഏർപ്പെടണം, യുറേനിയം സമ്പുഷ്ടീകരണം നടത്തരുത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും അവ പരിഗണിക്കാതെ, അവയെ കേൾക്കാതെ, അവയോട് ഒത്തുപോകാതെ മുന്നോട്ട് വരുന്ന ഒരു അവസരത്തിൽ അൺകണ്ടീഷണൽ ആയിട്ടുള്ള എന്താ പറയുക കീഴടങ്ങൽ എന്നുള്ളത് ട്രംപിന് അത് പറയുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അമേരിക്ക എത്തിയിട്ടുണ്ട് വാർഫീൽഡിലേക്ക് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും മാത്രമല്ല, ജെറുസലേമിൽ ഉണ്ടായിരുന്ന US എംബസി അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇറാൻ. അപ്പം ജെറുസലേമിലെ US എംബസി അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അർത്ഥം US-നെ അറ്റാക്ക് ചെയ്തെന്ന് തന്നെയാണ്. അപ്പം ഇങ്ങനെ ഒരു കാര്യം കൂടെ വരുമ്പോഴാണ് ട്രംപ് പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു വാർഫീൽഡിലേക്ക് ഞങ്ങൾ കൂടി എത്തുന്ന തരത്തിൽ ധ്വനിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനുള്ള ആക്ഷൻസ് എടുക്കുന്നത്. എന്തായാലും വാർ എസ്കലേറ്റ് ചെയ്യുക തന്നെയാണ്. ഇറാനിനി മുന്നിൽ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല.